السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം കൂടി വുളൂഇനെ പറ്റിയാണ്. വുളൂഇനെ പറ്റിയും നിസ്കാരത്തെപ്പറ്റിയും കുറഞ്ഞ ക്ലാസ്സുകൾ എടുത്തു. ഇവ രണ്ടിനെപ്പറ്റി ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു 2 മാസത്തോളം ക്ലാസ് എടുക്കാൻ അതിൻ്റെ സയൻറ്റിഫിക് റിസർച്ച് തന്നെ ഉണ്ട്. ശ്രോതാക്കളെ പ്രത്യേകം കണക്കിലെടുത്ത് പരിഗണിച്ചിട്ടാണ് വളരെ ചുരുക്കുന്നത്. ഒരു ബുദ്ധിമുട്ട് തോന്നരുത്. അപ്പോൾ ഇന്നത്തതോടെ വുളൂഇനെ പറ്റിയും ഉള്ള ക്ലാസ്സുകൾ കഴിഞ്ഞു. അതായത് മുങ്കൈ കഴുകുക, വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, ഇവകളുടെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെപ്പറ്റി, സയൻറ്റിഫിക് റീസർച്ചുകളെപ്പറ്റി ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു. ഇനി മുഖം കഴുകുക, അതോടൊപ്പം ഈ കൈകൾ കഴുകുക. ഈ മുഖം കഴുകുന്നത് കൊണ്ട് തുടരെ അങ്ങനെ കഴുകുന്നു. 5 വഖത്ത് നിസ്കാരത്തിനും അല്ലാത്ത ഉളു എടുക്കുന്ന സമയത്തും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കൺപുരികത്തിന് വെള്ളം തട്ടുന്നത് കൊണ്ട്, വെള്ളം തൊടുന്നത് കൊണ്ട് ഒരുപാട് ഡേഞ്ചറസായ അപകടകാരിയായ രോഗങ്ങളെ, കണ്ണിൻ്റെ രോഗങ്ങളെ അവ തടയുന്നു ഇത്തരം കഴുകൽ. പ്രൊഫസർ ജോർജ് ആയിൽ ഒരു വലിയ ഗവേഷകനാണ്. അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ മുഖം കഴുകുമ്പോഴേക്ക് മുഖത്തിലും താടിയിലും വെള്ളം കൊള്ളിക്കുന്നു. അതുകൊണ്ട് ഈ താടിയുടെ റൂട്ട് അത് നല്ല സ്ട്രോങ് ആകുന്നു എന്ന് മാത്രമല്ല, അവൻ്റെ കഴുത്തിന് യാതൊരു നിലക്കുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല, രോഗങ്ങളും ഉണ്ടാവുകയില്ല. തൈറോയിഡ് ഗ്രന്ഥിക്കും യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. തൈറോയിഡിൻ്റെ കുറയുന്നതോ കൂടുന്നതോ, ഹൈപ്പർ തൈറോയിഡിസം, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ ചുരുക്കിട്ട മുഖം കഴുകുന്നതിനെ പറ്റി പറഞ്ഞത്. ഇനി 2 കൈയും കഴുകുന്നു. അതിൻ്റെ ശേഷം ഗവേഷകർ പറയുന്നത്, ഈ കയ്യിൽ നമ്മുടെ ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും, തലച്ചോറിലേക്കും ഹാർട്ടിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ലിവറിലേക്കും കണക്ട് ചെയ്ത ഞരമ്പുകളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പല പ്രാവശ്യം നമ്മുടെ കൈ കഴുകുന്നത് കൊണ്ട് ഈ ബ്രെയിനിലും ലിവറിലും ഹാർട്ടിലും വരുന്ന രോഗങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ഒരു നിലക്കും ഒരു മാനസിക സംഘർഷമോ സമ്മർദ്ദമോ മാനസിക പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ അതും വളരെ ചുരുക്കിട്ടാ പറഞ്ഞത്. പിന്നെ നാം തല തടവുന്നു. അത് തലയിലും കഴുത്തിലും നമ്മുടെ സ്പൈനൽ കോഡ്, നട്ടെല്ലിലും വരുന്ന പലജാതി രോഗങ്ങളെയും അവ തടയുന്നു. ഒരു മുസ്ലിമായ വ്യക്തി ഫ്രാൻസിലെ എന്തോ ആവശ്യത്തിന് പോയി, അവിടെ പള്ളിയിൽ പോയി വുളു എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്നിട്ട് അദ്ദേഹം ഈ വുളു എടുക്കുന്ന വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇത് ചെയ്യുന്നത്? ഒരു ദിവസം എത്ര പ്രാവശ്യം ഇത് ചെയ്യും
എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം മറുപടി പറഞ്ഞു, 5 തവണയിലധികം നാം ഇങ്ങനെ ചെയ്യും ദൈനംദിനം എന്ന്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്നാൽ നിങ്ങളുടെ നാട്ടിൽ രാജ്യത്ത് ഈ മെൻ്റൽ ഹോസ്പിറ്റലുകൾ, മാനസിക പ്രശ്നങ്ങളുള്ള അവരെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുകൾ അത് കുറവായിരിക്കുമല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതേ കുറവാണ്, കൂടുതലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ ഈ ഫ്രാൻസിലുള്ള ഒരു വലിയ മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറാണ്. ഞാൻ ഇങ്ങനെ ഇതേപോലെ നിങ്ങൾ ഉവെടുക്കുന്നത് പോലെ പല അംഗങ്ങളിലും വെള്ളം കൊള്ളിച്ച് വെള്ളം തൊടിപ്പിച്ച് ഞാൻ നോക്കിയപ്പോൾ അവർക്ക് അവരുടെ മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് നല്ല കാര്യമാണ്. ഇതുകൊണ്ട് ഒരുപാട് മനസ്സ് സംബന്ധമായ രോഗങ്ങൾക്ക് ഒരു അരുതി ഉണ്ടാകുന്നു, അതായത് അത്തരം രോഗങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് നാം നമ്മുടെ കാത് കഴുകുന്നു. അങ്ങനെ കഴുകുന്നത് കൊണ്ട് കാത് തടകുന്നത് കൊണ്ട് അവിടെയുള്ള ബാക്ടീരിയകൾ, കാരണം ബാക്ടീരിയകൾക്ക് പെട്ടെന്നായിട്ട് അകത്ത് പോകാനുള്ള ഒരു കവാടമാണ് ഈ കാത് എന്നുള്ളത്. അവിടെയുള്ള ബാക്ടീരിയകളും നീങ്ങുന്നു. മാത്രമല്ല പിന്നെ കാലുകളാ കഴുകുന്നത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് എന്നാൽ നാം നമ്മുടെ ഈ കാല് കൊണ്ട് പലയിടത്തും ചവിട്ടുന്നു, പലയിടത്തും നടക്കുന്നു. അത് ശുദ്ധിയുള്ളതും ഇല്ലാത്തതും വളരെ അഴുക്കുകൾ കുന്നുകൂടിയ സ്ഥലങ്ങളിൽ പോലും നാം നടക്കുന്നു. അത് ചെരുപ്പ് ധരിച്ചാണെങ്കിലും ഷൂ ധരിച്ചാണെങ്കിലും അല്ലാതെയാണെങ്കിലും എങ്ങനെ ആണെങ്കിലും അവിടെ കണക്കില്ലാത്ത ബാക്ടീരിയകൾ, വൈറസുകൾ അവിടെ കിടക്കുന്നു. അതെല്ലാം നമ്മുടെ ഈ പാദത്തിൽ സ്പർശിക്കുന്നു, അവിടെ പതിക്കുന്നു. അങ്ങനെ പതിച്ചാൽ അത് മുഖേന നമുക്ക് ഒരുപാട് ഇൻഫെക്ഷനുകളും രോഗങ്ങളും ഉണ്ടാകേണ്ട സാധ്യത ഉണ്ട്. അത്തരം എല്ലാ പ്രശ്നങ്ങളെയും തടയുന്ന ഒന്നാണ് ഈ കാല് കഴുകൽ പലതവണ എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഇങ്ങനെ കാലുകൾ കഴുകുന്നവർക്ക് നല്ല ഉറക്കം ലഭിക്കും. അവൻ്റെ ഞരമ്പുകൾക്ക് യാതൊരു നിലക്കുള്ള തകരാറുകൾ, ഡിസോർഡറുകൾ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ വിഷാദങ്ങളും ഉത്കണ്ഠകളും വിഷമങ്ങളും വ്യസനങ്ങളും അവനുണ്ടാവുകയില്ല ഇത്തരം ഈ നിലക്ക് കാല് കഴുകുന്നവർക്ക്. എന്ന് മാത്രമല്ല, ഇത് അവൻ്റെ പല നിലക്കുള്ള ഈ ബാക്ടീരിയ കൂട്ടങ്ങളെ തന്നെ അത് അവിടുന്ന് ഇല്ലാണ്ടാക്കുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി ആയ കാര്യമാണ്, സ്ഥിരീകരിച്ച കാര്യമാണ്. ഈ യോഗയുടെ എക്സ്പെർട്ടുകൾ, അതിൽ യോഗയുടെ അതിവിദഗ്ധർ പറയുന്നത്, ഈ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നാം അവരങ്ങനെ പറഞ്ഞിട്ടില്ല, അതേപോലെയുള്ള പ്രവർത്തനം ഉദു ചെയ്യുമ്പോഴേക്ക് പലയിടത്തും വെള്ളം കൊള്ളിക്കുന്നത് പോലെയുള്ള പ്രവർത്തനം ചെയ്താൽ അത് വളരെ നല്ലതാണ് എന്ന് അവർ പറയുന്നുണ്ട്. നാം ഉദു ചെയ്യുന്നു, അവർ വേറെ ഒരു നിലക്ക് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വെള്ളം കൊള്ളിക്കുന്നു, അത് വളരെ നല്ലതാണ് എന്നവർ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ബയോളജിക്കൽ റീത്തം എന്നറിയപ്പെടുന്ന ബയോളജിക്കൽ ഘടികാരം, ക്ലോക്ക്, അതും വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അതിനൊരു ഉത്സാഹം കിട്ടുന്നു എന്നും ഗവേഷകർ പറയുന്നു. ഈ കാല് കഴുകുന്നത് കൊണ്ട്, മൊത്തത്തിൽ വുളു ചെയ്യുന്നത് കൊണ്ട്. ചൈനയുടെ ട്രഡീഷണൽ മെഡിസിനായ ചൈനീസ് മെഡിസിനിൽ ഒരു പ്രോസസ് ഉണ്ട്, റെഫ്ലക്സോ തെറാപ്പി എന്ന്. വെള്ളം കൊള്ളിച്ച് പല അംഗങ്ങളിലും
അതും ഏകദേശം ഈ ഉദു പോലെ തന്നെയാണ്. അങ്ങനെയുള്ള തെറാപ്പിയിൽ ഒരുപാട് രോഗങ്ങൾ മാറുന്നു. നമ്മുടെ ഈ ഉദുവിലും ഒരുപാട് രോഗങ്ങൾ മാറുന്നു. ഇതൊക്കെ നമ്മുടെ നന്മക്കാണ്. ഉദുവും നിസ്കാരവും നോമ്പും അതുപോലെയുള്ള പല പ്രവർത്തനങ്ങളിലും ഇസ്ലാം നമ്മോട് കൽപ്പിച്ച ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ശാരീരിക മാനസിക നന്മക്കാണ്. നാം ഇവിടെ സുഖസുന്ദരമായി ജീവിക്കാനാണ്, ആഖിറത്തിലും സുഖസുന്ദരമായി ജീവിക്കാനാണ്. അല്ലാഹു തആല നമുക്ക് നന്മ ചെയ്യുവാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.